കോഴിക്കോട് കുരിക്കത്തൂരിൽ പടക്ക നിർമ്മാണത്തിനിടെ വീടിനുള്ളിൽ സ്ഫോടനമുണ്ടായി 2 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള അതിദാരുണമായ ഒരു ദുരന്ത വാർത്തയുടെ നിൽക്കുകയായിരുന്നു നമ്മൾ. ഒരു വീടിനകത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഈ വീട്ടിൽ അനധികൃതമായി ഒരു ജനവാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ പടക്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അജി കുഞ്ഞുമോനുണ്ട്. അജി, അവിടെ പ്രാദേശികമായി അവിടുത്തെ ആളുകൾ ആരെങ്കിലുമായി സംസാരിക്കാൻ സാധിച്ചോ? അവരെന്താണ് ആദ്യഘട്ടത്തിൽ നൽകുന്ന വിവരങ്ങൾ? അജി, ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് കുരിക്കത്തൂരിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് കുറച്ച് അകലെയുള്ള പ്രദേശമാണ്. അവിടെ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അജി കുഞ്ഞുമോൻ എത്തിയിട്ടുണ്ട്. അജി, എന്താണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ്? സുഹേൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തകർന്ന വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളും നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. ഇത് എപ്പോഴാണ് സംഭവം നടന്നതെന്നറിയോ? സംഭവം നടന്നത് 10:30 ആയിട്ടുണ്ടാവും. ഏകദേശം 1 മണിക്കൂർ 10 മണിന് മുന്നേ ആയിട്ടാ. ഞാനറിയില്ല, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടുമ്പോൾ ഒരു ശബ്ദം കേട്ടിരുന്നു. കേട്ടിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ പൊട്ടി നല്ല ഒരു സ്ഫോടനം പോലത്തെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. വാടകയ്ക്ക് കൊടുത്താണ്. ആരൊക്കെയുള്ളതെന്ന് വ്യക്തമല്ല. എവിടുത്തെ വ്യക്തമല്ല. ഇപ്പോൾ ഇവരിൽ നിന്നുള്ള പ്രാഥമികമായ വിവരമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നൽകുന്നത്. അവർ പറഞ്ഞതനുസരിച്ച് 10 മണിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടാണ്. ആ വീട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി എനിക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീടും കാണാം. ഒരുപാട് കാലപ്പഴക്കം ചെന്നൊരു വീട് തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. സുഹേൽ, ഇപ്പോൾ കുരിക്കത്തൂരിലെ മുൻ വാർഡ് മെമ്പർ സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, അതിദാരുണമായ ഒരു സംഭവമാണ്, ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് താങ്കൾക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം? അവിടെ നിന്ന് ഒരു ദൃക്സാക്ഷി ഇപ്പോൾ പറയുന്നത് 10 മണിയോടുകൂടി, അതായത് 10:30 മുമ്പായാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. അദ്ദേഹത്തിന് വലിയ ശബ്ദം, ഒരു സ്ഫോടന തുല്യമായ ഒരു ശബ്ദം കേട്ടാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയുന്നത്. താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു 10:30 എന്ന് പറയുന്നത് കുറച്ചുകൂടി നേരത്തെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 45 സമയത്താണ് ഉള്ളത്. ഞങ്ങള് ഒരു മീറ്റിംഗിലായിരുന്നു. അവിടെ നിന്നാണ് ഈ വിവരം തൊട്ടടുത്ത വീട്ടിലെ ആൾ ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ വിവരം എങ്ങനെയാണ് ഇവിടെ എന്തോ പൊട്ടി തെറിച്ചിട്ടുണ്ട്, ആളുകൾ ചെതറിയിട്ടുണ്ട് എന്നുള്ള വിവരം കേൾക്കണേ. അപ്പൊ തന്നെ നമ്മൾ കുന്നമംഗലം സ്റ്റേഷനിലേക്ക് വിവരം കൊടുക്കുകയും കുന്നമംഗലത്തെ ആംബുലൻസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ആ വിവരം അറിയിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ച, ഒരാൾ ഇവിടെയുള്ള പറ്റാത്ത ഒരാൾ പരിക്ക് പറ്റിയ ആളെ പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. അങ്ങനെ വേഗം അവരെടുത്ത് കിട്ടിയ ഒരു തുണിയെടുത്ത് അതിൽ പൊതിഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റി. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 10-20 മീറ്റർ മാറി ഒരാൾ കിടക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തെയും അവിടുന്ന് എടുത്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുണ്ടായത്. ഇവിടെ അറിവുള്ള വിവരം, ഞങ്ങൾ ഇവിടുത്തെ പ്രദേശത്ത് ഏതാണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇവിടെ ഒരു 5-8 മാസമായി ഇവരുടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്നുണ്ട്. ഇവർ നേരത്തെ മുണ്ടക്കൽ, ഇതിനടുത്തുള്ള കുരിക്കത്തൂരിനടുത്തുള്ള മുണ്ടക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. ഇവർ മുണ്ടിക്കൽ താഴമാണ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നു. കൃത്യമായ ഒരു വിവരം നമുക്കില്ല. മുണ്ടിക്കൽ താഴത്താണെന്നാണ് പറയുന്നത്. മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു കുറച്ച് 5-8 മാസം മുമ്പേ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്. ഇപ്പൊ കിട്ടിയ അറിവ്, ഇവർ കക്കോടിയിലേറ്റോ ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് ലൈസൻസ് ഉള്ളവരാണ് എന്ന് കേൾക്കുന്നു. ഒരു മാസം മുമ്പേ ഇവിടെ പടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വർക്കും ഇല്ല. ഒരു മാസമായി ഇവിടെ അടുത്തുള്ള 2-3 സഹോദരിമാർ ഈ വീട്ടിനകത്ത് പനോല റെഡിയാക്കുന്നതിന് വേണ്ടി ജോലിക്ക് വരാറുണ്ടെന്നാണ് അറിയുന്നത്. അവരിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ വിവരം അറിഞ്ഞത്. ഇങ്ങനെ ഇവിടെ അവർ പനോല, ഇതിനു വേണ്ട പടക്ക നിർമ്മാണത്തിന് ആവശ്യമായ പനോല ഇവിടുന്ന് റെഡിയാക്കി കക്കോടിക്കേറ്റോ കൊണ്ടുപോകാറുണ്ട്. അതിന് 2 സഹോദരിമാർ ഇവിടെ ജോലിക്ക് വരാറുണ്ട്. അവരുടെ അടുത്തുനിന്ന് കിട്ടിയ വിവരം അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പടക്ക പരിപാടി ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു വിവരം ഇവിടെ അടുത്ത പരിസരവാസികൾ അവന്റെ വീടാണിത്.
അപ്പൊ അത് ജ്യേഷ്ഠനാണ് കൈകാര്യം ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ അവർക്ക് നിന്നുള്ള ഒരു വാടക പ്രദേശവാസിയുടെ അവരിങ്ങനെ ചെറിയ പടകങ്ങളൊക്കെ ഉണ്ടാക്കും. അവർക്ക് എല്ലാ ലൈസൻസുകളൊക്കെ ഉണ്ടാവുന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തത്. പക്ഷെ എങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നു നമുക്ക് പോലും അറിയില്ല. ഇതിപ്പോ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. പടകം ഒരു പനോല പടകല്ലേ. ഇവിടെ ഇതിന്റെ മുന്നിൽ പനോലയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പടകങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത്രയും നമുക്കറിയുള്ളൂ. ഇതിന്റെ ഉള്ളില് ഇത്തരം ഒരു ഇതുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളിപ്പം പണിസ്ഥലം കഴിഞ്ഞ് ഇവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ആൾക്കൂട്ടം ഇതൊക്കെ കാണുന്നത്. ഇവരിവിടെ ഫാമിലി ആയിരുന്നു. ഇന്ന് അവളെ ഇയാളെ വൈഫിന്റെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. അവരിന്നലെയാണ് വന്ന്. അവരിവിടെ ഇല്ലായിരുന്നു. ഇപ്പം ഇന്നലെ വന്നു. അപ്പം ഇന്ന് മുതൽക്ക് പടക്കത്തിന് കുറേ ആളുകളേടി പണിക്ക് വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ. അത്രയും നമുക്കറിയുള്ളൂ. ഇതാ തൊട്ട വീട് തന്നെയാണ്. അവിടെയൊക്കെ ഭയങ്കര പ്രകമ്പനായിന്. സംഭവം എപ്പോഴാ ടൈം എനിക്കറിയില്ല. ഞാൻ കടയിലായിരുന്നു. ഞാൻ അവിടുന്ന് ഇപ്പോൾ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഇവര് എവിടുത്തെ എനിക്കറിയില്ല. അറിയില്ല. അടുത്തല്ല, കുറച്ച് ദൂരത്തായിരിക്കും എനിക്ക് തോന്നുന്നത്. അതൊക്കെ ജ്യേഷ്ഠനാണ് കൈകാര്യം ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.